എൻ്റെ പേര് ഷാരോൺ, കളമശ്ശേരിയിൽ നിന്ന് വരുന്നു. 2022 ഒക്ടോബർ 16 ഞാൻ ഉടമ്പടി എടുത്തത്. ഇതിപ്പോൾ എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യമാണ്. ഈ അൾത്താരയിൽ കയറി നിന്ന് സാക്ഷ്യം പറയാൻ അനുവദിച്ച പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ഒത്തിരി നന്ദി പറയുന്നു. എൻ്റെ ആദ്യത്തെ സാക്ഷ്യം എൻ്റെ കുഞ്ഞിന് വേണ്ടിയാണ്. ഇവൻ 1 വർഷമായിട്ട് തളർന്ന് നടക്കാൻ പറ്റാത്തൊരു സ്ഥിതിയിലായിരുന്നു. ഇവന് ആങ്കിൾ ജോയിൻറ്റിന് ഫ്രാക്ചറായിരുന്നു. 1 മാസം പ്ലാസ്റ്റർ ഇട്ടിരുന്നു. പ്ലാസ്റ്റർ വെട്ടിയതിന് ശേഷവും ഇവന് നടക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഒത്തിരി ട്രീറ്റ്മെൻറ്റ്സും ടെസ്റ്റുകളെല്ലാം ഞങ്ങൾ നടത്തി. MRI പോലെയുള്ള ടെസ്റ്റുകൾ, പിന്നെ വീനസ് ഡോപ്ലർ, അങ്ങനെ എല്ലാ ടെസ്റ്റുകളും നടത്തി. ഇവന് ഒന്നിലും ഒരു പ്രോബ്ലംസും ഡോക്ടേഴ്സിന് കണ്ടുപിടിക്കാൻ സാധിക്കുന്നില്ല. എന്നാൽ കുട്ടിക്ക് നടക്കാൻ സാധിക്കുന്നില്ലായിരുന്നു. കുട്ടി തളർന്ന് ബെഡ് റിഡൺ ആയിട്ടിരിക്കുന്ന ഒരവസ്ഥയായിരുന്നു. ബാത്റൂമിൽ വരെ തന്നെ പോകാൻ പറ്റില്ല, ഞാൻ എടുത്തുകൊണ്ട് പോകണം, അങ്ങനെയുള്ളൊരു സ്ഥിതിയായിരുന്നു. നമ്മൾ അടുത്തു കൂടി നടന്നു പോകുമ്പോൾ നമ്മുടെ മൂവ്മെൻറ്റ്സ്, അതിൻ്റെ വൈബ്രേഷൻ വരെ കുഞ്ഞിന് വേദന ഉണ്ടാക്കുമായിരുന്നു. താഴെ റോട്ടിൽ കൂടി പോകുന്ന വണ്ടികളുടെ സൗണ്ട് വരെ കുഞ്ഞിന് വേദനയാണ്. അങ്ങനെ ഒട്ടും മൂവ്മെൻറ്റ്സ് പറ്റില്ല. ആഴ്ചകളോളം വെറും പുതപ്പ് മാത്രം കൊച്ചിരിക്കുമായിരുന്നു. ഡ്രസ്സൊന്നും ഇടിക്കാൻ പറ്റില്ല, വേദന കാരണം അനങ്ങാൻ പറ്റില്ല. ഞാൻ എന്നും എപ്പം ബാത്റൂമിൽ എവിടെയാണെങ്കിലും എങ്ങോട്ട് മൂവ് ചെയ്യണമെങ്കിലും ഞാൻ കൊണ്ടുപോകണം. ഇവനെ തന്നെ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സ്ഥിതിയായിരുന്നു. അങ്ങനെ പോയിക്കൊണ്ടിരുന്നു. എനിക്ക് പുറത്തേക്ക് എവിടേക്കും പോകാൻ പറ്റില്ല, കുട്ടി ഇത്രയും സിക്കായിട്ടിരുന്ന സ്ഥിതിയിൽ. അങ്ങനെയാണ് മാതാവിൻ്റെ ജപമാല റാലി വരുന്നത്. ജപമാല റാലി തുടങ്ങുന്നതിന് 1 മാസം മുന്നേ തന്നെ ഞാൻ പ്രാർത്ഥിച്ചു, അമ്മേ മാതാവേ, എനിക്ക് ജപമാല റാലിയിൽ പങ്കെടുക്കണം. എനിക്ക് വലിയ വിശ്വാസമായിരുന്നു ജപമാല റാലിയിൽ പങ്കെടുത്ത് കഴിയുമ്പോൾ എൻ്റെ കുട്ടി നടക്കുമെന്ന്. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചൊരുങ്ങി. ജപമാല റാലിയുടെ അന്ന് വെളുപ്പിന് 5 മണിക്ക് ഞാൻ വീട്ടിൽ നിന്ന് പോന്നു. അന്ന് കുഞ്ഞ് അപ്പം എഴുന്നേറ്റിട്ടില്ല. ഇവനെ ബാത്റൂമിലൊന്നും കൊണ്ടുപോകാതെയാണ് ഞാൻ പോകുന്നത്. ഞാനിവിടുന്ന് പ്രാർത്ഥിച്ചു. ജപമാല റാലി പങ്കെടുത്ത് തിരിച്ച് 8 മണിക്കാണ് ഞാൻ തിരിച്ച് വീട്ടിൽ ചെല്ലുന്നത്. ഞാൻ തിരിച്ച് ചെല്ലുമ്പം അമ്മയാണ് കുഞ്ഞിനെ നോക്കുന്നത്, എൻ്റെ അമ്മ പറഞ്ഞു, കുഞ്ഞ് പയ്യെ നിരങ്ങി ബാത്റൂമിൽ പോയി. എനിക്കത് കേട്ടപ്പോൾ ഒത്തിരി സന്തോഷമായി. കാരണം ഇരിക്കുന്ന അവസ്ഥയിൽ നിന്ന് അനങ്ങാൻ പോലും പറ്റാതിരുന്ന കുഞ്ഞ് പയ്യെ നിരങ്ങി ബാത്റൂമിൽ പോകാൻ തുടങ്ങി. അങ്ങനെ ഒരാഴ്ചക്കുള്ളിൽ കുഞ്ഞ് നടക്കാൻ തുടങ്ങി. അങ്ങനെ പരിശുദ്ധ അമ്മ വലിയൊരു അത്ഭുതം ജപമാല റാലിയിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എൻ്റെ കൊച്ച് നന്നായിട്ട് നടക്കാൻ തുടങ്ങി. ഇപ്പോൾ എല്ലാ കുട്ടികളെയും പോലെ 1 വർഷമായിട്ട് ഇവ നടക്കില്ലായിരുന്നു. ഞങ്ങൾ വീൽ ചെയറിലൊക്കെ ആയിരുന്നു എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അങ്ങനെയൊക്കെ ആയിരുന്നു. നന്നായിട്ട് എല്ലാ കുട്ടികളെയും പോലെ നടക്കാനും ഓടാനും ചാടാനും കളിക്കാനും സൈക്കിൾ ചവിട്ടാനും എല്ലാം തുടങ്ങി. പിന്നെ രണ്ടാമത്തെ സാക്ഷ്യം എൻ്റെ ജോലിയെ സംബന്ധിച്ചാണ്. ഞാനൊരു BSc നേഴ്സാണ്. പക്ഷേ ഞാൻ 3 ചെറിയ കുട്ടികളായതുകൊണ്ട് ഞാൻ ജോലി ചെയ്യുന്നില്ലായിരുന്നു. അതിനുശേഷം ഞാൻ ഒരു 12 വർഷമായിട്ട് ഞാൻ ജോലി ചെയ്യാതിരിക്കുന്ന ഒരു സ്ഥിതിയിലായിരുന്നു. പിന്നെ ജോലിക്ക് വേണ്ടി ആഗ്രഹിച്ചു ഞാൻ. പക്ഷേ എനിക്കറിയായിരുന്നു എനിക്ക് ഇത്രയും വർഷം ഗ്യാപ്പ് ആയതുകൊണ്ട് എനിക്ക് ആരും ജോലി തരില്ല എന്നെനിക്കറിയായിരുന്നു. അങ്ങനെ ഞാൻ ഡിസംബർ 15 ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി. എന്നിട്ട് മാതാവിനോട് പറഞ്ഞു, അമ്മേ മാതാവേ, അമ്മ എൻ്റെ കൂടെ വരണം, ഇത്രയും ഗ്യാപ്പുള്ള എനിക്ക് ആരും ജോലി തരില്ല. അപ്പം അമ്മ തന്നെ വന്ന് എനിക്കൊരു ജോലി വാങ്ങിത്തരണം. അങ്ങനെ എൻ്റെ അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ ഞാനൊരു അപേക്ഷ കൊണ്ടുപോയി കൊടുക്കാൻ തീരുമാനിച്ചു. ഞാൻ മാതാവിൻ്റെ ഉടമ്പടി ഉപ്പും കാശുരൂപയൊക്കെ ആയിട്ടാണ് പോയത്. എന്നിട്ട് ഞാൻ എന്തൊരു പ്രവൃത്തി ചെയ്യുന്നതിന് മുമ്പും സീരിയസ് ആയിട്ടുള്ള കാര്യമാണെങ്കിൽ ലൈറ്റ് ദ ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ട് പരിശുദ്ധ അമ്മയെ കൂട്ടി വിളിച്ചാൽ പോകുന്നത്. അങ്ങനെ ഞാൻ ലൈറ്റ് ദ ക്യാൻഡിൽ ചെയ്തു. അമ്മേൻ്റെ കൂടെ വരണം എന്ന് പറഞ്ഞാൽ ഞാൻ പോയത്. ഉടമ്പടി ഉപ്പ് ആ ഗേറ്റിൻ്റെ പുറത്ത് ആരും ചവിട്ടാത്തടുത്ത് വെതറി അമ്മേനെ കൂട്ടി വിളിച്ച് ഞാൻ ഉടമ്പടി കാശുരൂപം കൈ പിടിച്ച് അകത്ത് ചെന്ന് ആപ്ലിക്കേഷൻ എനിക്ക് തരാമോ, എങ്ങനെ ഇവിടെ പോസ്റ്റ് വേക്കൻസി ഉണ്ടോ എന്നൊക്കെ ഞാൻ അന്വേഷിച്ചു. ഞാൻ നഴ്സിംഗ് ട്യൂട്ടറായിട്ടാണ് അപേക്ഷിച്ചത്. അവർ സന്തോഷത്തോടുകൂടി പറഞ്ഞു, ഞങ്ങളെ എടുക്കാൻ പോന്നോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനൊരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. അവർ വിളിച്ച് അതിലും ഞാൻ ഇതേപോലെ ലൈറ്റ് ദ ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റൊക്കെ ചെയ്ത് ഉടമ്പടി കാശുരൂപം കയ്യിൽ പിടിച്ച് ധൈര്യത്തോടെ എനിക്ക് കിട്ടുന്നുള്ള വിശ്വാസത്തിൽ പരിശുദ്ധമ്മയെ കൂട്ടി വിളിച്ച് ഞാൻ പോയി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. പക്ഷേ ദയനീയമായിട്ട് അവരെനിക്ക് തന്നില്ല. കാരണം ഇത്രയും വർഷം ഗ്യാപ്പ് ആയതുകൊണ്ട് തരാൻ സാധിക്കില്ല എന്നുള്ള രീതിക്കുള്ള ഒരു പ്രതികരണമായിരുന്നു അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്, അധികൃതരുടെ ഭാഗത്തു നിന്ന്. അങ്ങനെ സങ്കടപ്പെട്ട് ഞാൻ തിരിച്ചു പോന്നു. പക്ഷേ ഞാൻ അമ്മേനോട് പറഞ്ഞു, അമ്മ എനിക്ക് തരും എന്ന് പറഞ്ഞതല്ലേ,
ഞാനങ്ങനെ സങ്കടപ്പെട്ടു. എങ്കിലും അത്ഭുതകരമായിട്ട് പരിശുദ്ധ അമ്മ ഇടപെട്ട് എനിക്ക് ജോലി കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഞാനും വേറൊരു കുട്ടിയുമായിരുന്നു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തത്. ആ കുട്ടിക്ക് യാദൃശ്ചികമായിട്ട് ആ ജോലിയിൽ ജോയിൻ ചെയ്യാൻ പറ്റാതെ വരികയും ആ വേക്കൻസിയിലേക്ക് എന്നെ അവർ എടുക്കുകയും ചെയ്തു. അങ്ങനെ എനിക്ക് സ്വപ്നം പോലും കാണാൻ പറ്റാത്ത സാലറിയിൽ ഈശോ എനിക്കവിടെ ജോലി തന്ന് അനുഗ്രഹിച്ചു. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ അമ്മയ്ക്ക് നന്ദി പറയുന്നു. അത് ജപമാല റാലിയിൽ പങ്കെടുത്തപ്പോൾ വെച്ച രണ്ടാമത്തെ നിയോഗമായിരുന്നു എൻ്റെ ജോലി. ആദ്യത്തെ നിയോഗം എൻ്റെ കുഞ്ഞ് നടക്കണമെന്നായിരുന്നു. 2 നിയോഗങ്ങളും പരിശുദ്ധ അമ്മ സാധിച്ചു തന്നു. മൂന്നാമത് ഞാൻ വെച്ചൊരു നിയോഗം എൻ്റെ സഹോദരൻ്റെ വിവാഹത്തിന് വേണ്ടിയായിരുന്നു. അവന് 37 വയസ്സായിട്ടും വിവാഹം നടക്കുന്നില്ലായിരുന്നു. പല കാരണങ്ങളാൽ വിവാഹം ഒഴിഞ്ഞു പോകുമായിരുന്നു. അങ്ങനെ ഒക്ടോബർ മാസം ഞാൻ ജപമാല റാലിയിൽ സംബന്ധിച്ചു. നവംബർ മാസം അവൻ്റെ വിവാഹം പെട്ടെന്നൊരു ആലോചന വരികയും അവൻ്റെ വിവാഹം അത്ഭുതകരമായിട്ട് പരിശുദ്ധ അമ്മ നടത്തി തന്നു. ഈ 3 കാര്യങ്ങളാണ് പരിശുദ്ധ അമ്മ വഴി എനിക്ക് ഈശോ തന്നത്. വ്യക്തിപരമായിട്ടുള്ള പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഉടമ്പടിയിലേക്ക് പ്രവേശിച്ചതിന് ശേഷം ദൈവവുമായിട്ട് ഒത്തിരി എനിക്കത് എക്സ്പ്ലെയിൻ ചെയ്യാനറിയില്ല. നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു വ്യക്തി എന്നതിനേക്കാൾ ഉപരിയായിട്ട് കർത്താവിനോട് ഒത്തിരി സ്നേഹത്തോടെ എന്തൊരു കാര്യം ചെയ്യുന്നതിന് മുമ്പും എൻ്റെ ഈശോയ്ക്ക് ഇത് ഇഷ്ടമാണോ എന്ന് ആലോചിക്കാൻ തുടങ്ങി. വലിയ ദൈവസ്നേഹാനുഭവം എൻ്റെ ഹൃദയത്തിൽ നിറയാൻ തുടങ്ങി. എപ്പോഴും നമ്മൾ പ്രാർത്ഥനാ ജപങ്ങൾ ചൊല്ലുന്നതിനേക്കാൾ ഉപരിയായിട്ട് ഹൃദയത്തിൽ നിന്നും ആവി ഉയരുന്നത് പോലെ കർത്താവിനോടുള്ള സ്നേഹം ഹൃദയത്തിൽ നിന്നും പൊങ്ങി വരുന്നത് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിയില്ല. അങ്ങനെ വലിയ ദൈവസ്നേഹാനുഭവത്താൽ ഉടമ്പടിയിൽ പ്രവേശിച്ചതിന് ശേഷം ഞാൻ അറിയാൻ തുടങ്ങി. പരിശുദ്ധ കുർബാനയിൽ എന്നും തന്നെ സംബന്ധിക്കും. ഒരു ദിവസം പോലും പരിശുദ്ധ കുർബാന ഒഴിവാക്കി കളയാൻ പറ്റില്ല. പിന്നെ മിനിമം 1 മണിക്കൂറെങ്കിലും അതിലും കൂടുതലും സമയം പരിശുദ്ധ കുർബാനയുടെ ആരാധനയിൽ സംബന്ധിച്ചിരുന്ന് വ്യക്തിപരമായിട്ട് പ്രാർത്ഥിക്കാനുള്ള കൃപ പരിശുദ്ധ അമ്മ തരുന്നു. അതെല്ലാം ഉടമ്പടിയിൽ പ്രവേശിച്ചതിന് ശേഷം ദൈവം തന്ന ഒത്തിരി പരിശുദ്ധ അമ്മ വഴി തന്ന കൃപകളാണ്. ഉടമ്പടി പിന്നെ കാരുണ്യപ്രവർത്തികളെന്ന് പറഞ്ഞാൽ എൻ്റെ കൂടെയുള്ള എൻ്റെ ചുറ്റുമുള്ളവരിൽ ഈശോയെ പങ്കുവയ്ക്കുവാനായിട്ട് പരമാവധി ഞാൻ ശ്രമിക്കുന്നുണ്ട്. എല്ലാവരിലേക്കും ഈശോയെ പകർന്നു കൊടുക്കാൻ, ഈശോയുടെ സ്നേഹം അവർക്ക് പകർന്നു കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട് എനിക്കാവുന്ന വിധത്തിലെല്ലാം. പിന്നെ കൂടെയുള്ളവർക്ക് സാമ്പത്തികമായിട്ടുള്ള എൻ്റെ കൺമുന്നിൽ വരുന്ന രോഗികളെയും അവശരെയും ഞാൻ സഹായിക്കാൻ ശ്രമിക്കുന്നുണ്ട്. സാമ്പത്തികമായിട്ടും അല്ലാതെയും എല്ലാം എനിക്ക് പറ്റുന്നത് പോലെയുള്ള കാരുണ്യ പ്രവൃത്തികൾ അങ്ങനെയെല്ലാം എൻ്റെ ചുരുങ്ങിയ സാഹചര്യത്തിൽ നിന്ന് ചെയ്യാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ സഹായത്താൽ ലഭിച്ച ഏറ്റവും പ്രധാനപ്പെട്ട 2 സാക്ഷ്യങ്ങളേറെ, പ്രത്യേകിച്ച് മകൻ്റെ സാക്ഷ്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ടവന് നടക്കുവാനായിട്ട് പറ്റാതിരുന്നൊരു സാഹചര്യത്തിൽ ജപമാല റാലിയാണ് ഈ 2 നിയോഗങ്ങൾ, ഒന്ന് ജോലിയെക്കുറിച്ചുള്ളതും ഒന്ന് ഈ കൂടെ നിൽക്കുന്ന മകൻ്റെ സാക്ഷ്യത്തിനും. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ അഖണ്ഡ ജപമാല റാലി എന്ന് പറയുന്ന എല്ലാവരുടെയും സാക്ഷ്യത്തിൽ ആവർത്തിച്ച് പറയുന്നൊരു ദൈവിക ഇടപെടലിൻ്റെ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു പ്രൈം മൊമെൻറ്റ്സ് ആയിട്ട് പല സാക്ഷ്യങ്ങളിലും ആവർത്തിക്കപ്പെടുന്ന ഒരു സമയം അഖണ്ഡ ജപമാല റാലിയും മറ്റൊരു സമയം അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ആ ദിവസവും തീയതിയുമാണ്. അപ്പോൾ ഏറെ പ്രത്യേകിച്ച് എന്താണ് അതിനത്തിന് പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളെപ്പോഴും അറിയാം സഭയിൽ എപ്പോഴും ഒരു കൂട്ടായ പ്രാർത്ഥനയാണ് എപ്പോഴും നടക്കുന്നത്. നമ്മളെല്ലാവരും ഇപ്പോൾ എന്തുകൊണ്ടാണ് 5:30 തന്നെ മോർണിംഗ് പ്രെയർ, രാവിലത്തെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഒരു ദൈവത്തിൻ്റെ മക്കളായിട്ട് ഉള്ള എല്ലാവരും, ഒരു ജാതിയും മതമൊന്നുമില്ല, പക്ഷേ ഉടമ്പടി എടുത്ത എല്ലാവരും 5:30 ഒരു നിയോഗത്തിന് വേണ്ടി തന്നെ പ്രാർത്ഥിക്കുമ്പോൾ കിട്ടുന്ന ഒരു കളക്റ്റീവ് പ്രെയറിൻ്റെ ഒരു മധ്യസ്ഥ പ്രാർത്ഥനയുടെ ഒരു എഫക്റ്റ് അത് നമുക്ക് വാക്കുകൾക്ക് അതീതമാണ്. അതുകൊണ്ടാണ് പലപ്പോഴും നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോഴും നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് വന്ന് പ്രാർത്ഥിക്കണമെന്ന് പറയുന്നത് പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ടെന്ന ഒരു ബോധ്യമുണ്ട്. അതുപോലെ ഇപ്പോൾ ഈ ഉടമ്പടിയിലെ ഭാഗമായിട്ട് തന്നെയുള്ള ഈ അഖണ്ഡ ജപമാലയിൽ നിങ്ങൾ ഒരുപാട് ദൂരത്ത് നിന്നും വിദൂര നാടുകളിൽ നിന്ന് പോലും ഫ്ലൈറ്റ് ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്ത് പ്രാർത്ഥിച്ച് വെറുതെ ഒരു ഈവൻറ്റിന് വേണ്ടി വരികയല്ല, അവരെല്ലാം വ്യക്തിപരമായിട്ട് കുമ്പസാരമുള്ളവരാണെങ്കിൽ കുമ്പസാരിച്ചൊരുങ്ങി ഒരുപാട് നിയോഗങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ട് പ്രാർത്ഥിച്ചൊരുങ്ങി ഉടമ്പടിയിൽ നിൽക്കുന്നവരാണ് വരുന്നത്. ഒരു 2, 3, 4 ലക്ഷത്തിനടുത്ത് പേര്, ഇത്രയും പേര് പ്രാർത്ഥിച്ച് ഒരുമിച്ച് അമ്മയുടെ നാമം വിളിച്ച് അപേക്ഷിച്ച് ഈ തെരുവോരത്തൂടെ നടന്ന് അർത്തിങ്കലേക്ക് നടക്കുന്ന ഈ വലിയൊരു വിശ്വാസ പ്രഖ്യാപനത്തിൻ്റെ ഈ ഒരു വിശുദ്ധ യാത്ര നമുക്കെപ്പോഴും ദൈവസാന്നിധ്യം കൂടുതലുള്ളത്. ഇപ്പോൾ എല്ലാ സാക്ഷ്യത്തിലും അപ്പം ആ ഒരു സാക്ഷ്യത്തിൻ്റെ അല്ലെങ്കിൽ ആ ഒരു അന്നത്തെ ഒരു റാലിക്ക് ശേഷം തിരികെ ചെല്ലുമ്പോൾ ഈ നിയോഗം വെച്ചാണ് ആ ഒരു റാലി മുൻപോട്ട് നടന്നതും പ്രാർത്ഥിച്ചതും. തിരികെ അന്നത്തെ ആ സമയം തന്നെ
ഈ കുഞ്ഞിനവിടെ സൗഖ്യം ലഭിച്ചു എന്നുള്ളതാണ് ഈ സാക്ഷ്യത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനം. ഇത് കർത്താവ് സുവിശേഷത്തിൽ പറയുന്ന, അതായത് രാജസേവകൻ്റെ മകൻ സുഖപ്പെടുന്നൊരു സംഭവം ബൈബിളിൽ പറയുന്നുണ്ട്. അതായത് കർത്താവിനെ ചെന്ന് കണ്ട് കർത്താവ് സുഖപ്പെടുമെന്ന് പറയുന്ന ആ സമയവും ആ രാജസേവകൻ സുഖപ്പെട്ട സമയവും തമ്മിൽ അഭൃത്യം എന്ന് പറയുന്നൊരു രംഗമുണ്ട് ബൈബിളിൽ. അതായത് നമ്മുടെ ഈ സമയം, പ്രാർത്ഥിക്കുന്ന സമയം, ദൈവം ഇടപെടുന്ന സമയം, ഇതൊക്കെ എപ്പോഴും വിശ്വാസമുള്ളവർക്ക് അത് ചേർത്ത് വായിക്കുമ്പോൾ ദൈവം അത് ബോധ്യപ്പെടുത്തി തരും. ആ ഒരു ബോധ്യത്തിലാണ് ഇന്നിവിടെ ആ കുഞ്ഞുമായിട്ട് വന്നത്. ഒപ്പം തൻ്റെ ജോലിയുടെ സാക്ഷ്യം പറയുമ്പോഴും ഒരു പക്ഷേ ആദ്യം അത് ലഭിക്കാതിരിക്കുമ്പോഴും വീണ്ടും വേണമെങ്കിൽ ഇട്ടിട്ട് പോകാമല്ലോ. പ്രാർത്ഥനയും നമുക്ക് മാറാനായിട്ടുള്ള ആവശ്യത്തിലേറെ സാഹചര്യങ്ങൾ നമ്മുടെ ചുറ്റുമുണ്ട്. വീണ്ടും ദൈവം തന്നെ അത് നമ്മുടെ മെറിറ്റിനാലല്ല, ദൈവം തന്നെ നൽകിയതാണെന്നുള്ളൊരു ബോധ്യം നൽകി അത് ലഭിച്ചു എന്നുള്ളത്. ഒപ്പം വ്യക്തിപരമായിട്ട് ഒരു ദൈവസ്നേഹത്തിൽ നിറയുവാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ്. ഇതിനേക്കാളും മുകളിലാണ് ഇതെല്ലാം. അതായത് ദൈവസ്നേഹം നിറയാന്നൊക്കെ പറഞ്ഞ് ഒരാൾക്ക് ഇൻറ്റിമേറ്റായിട്ട് ഈശോയും മാതാവിനോടും ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു അവാച്യമായ, വാക്കുകൾക്ക് അതീതമായൊരു അടുപ്പവും സ്നേഹവും ഒക്കെ ഉടമ്പടിയിലൂടെ ഉണ്ടായി എന്ന് പറഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ അത്ഭുതം. പിന്നെ അതിലേക്കുള്ള യാത്രയിൽ ചവിട്ടുപടിയായിട്ട് മാത്രമാണ് ബാക്കിയുള്ളതെല്ലാം നിലനിൽക്കുന്നത്. നേരെ പ്രത്യേകിച്ച് ഇങ്ങനെ ഒരുപാട് പേര് ഈ ഒരു ദൈവിക അനുഭവത്തിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്, അല്ല എത്താനായിട്ട് പരിശുദ്ധ അമ്മ അവരെ സഹായിക്കുന്നു എന്നുള്ളതാണ് ഉടമ്പടിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. പ്രത്യേകിച്ച് ഈ മകന് ലഭിച്ച സൗഖ്യത്തിൻ്റെ പ്രതിയും ഒപ്പം ലഭിച്ച ജോലിയും അതിനേക്കാളും അപ്പുറം ലഭിച്ച ആത്മീയമായിട്ടുള്ള വലിയൊരു ബോധ്യത്തെ പ്രതി നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ.